പ്രതിപക്ഷ MLA ഇരിക്കുന്ന സ്ഥലത്തൊക്കെ എത്രയോ പദ്ധതികൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ചാലക്കുടി നടക്കുന്നില്ല. ചാലക്കുടി നടക്കാത്തതിൻ്റെ കാരണം ചാലക്കുടിയോട് ആഭിമുഖ്യമുള്ളൊരു ജനപ്രതിനിധി ആയിരിക്കണം. ആ ജനപ്രതിനിധിക്ക് ചാലക്കുടി ഹൃദയത്തിലുണ്ടാകണം. ചാലക്കുടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ പദ്ധതികൾ ഉണ്ടാവും. അതിന് സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടോ ഭരണത്തെയോ പ്രതിപക്ഷത്തെയോ കുറ്റം പറഞ്ഞിട്ടോ ചാരിയിട്ടോ യാതൊരു കഥയുമില്ല. ചാലക്കുടി നിയമനത്തിലും മിക്കവാറും റോഡുകൾ കഴിഞ്ഞ BD ദേവസിയുടെ ഭരണകാലത്ത് തന്നെ അദ്ദേഹം 15 വർഷക്കാലം കൊണ്ട് അന്നും ഭരണവും LDFും UDFും മാറി മാറി ഭരിച്ചിട്ടുണ്ട്. ഈ സമയങ്ങളിലൊക്കെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരു വലിയ കുതിച്ച് കയറ്റം ഉണ്ടായിട്ടുള്ള ഒരു സമയമാണ്. ഒരുപാട് പദ്ധതികൾ റോഡുകളൊക്കെ BMBC നിലവാരത്തിലേക്ക് ആക്കാൻ ഉള്ള ശ്രമകരമായ ഒരു ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ചാലക്കുടി മേഖലയിലെ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ തന്നെ അത്തരത്തിലുള്ളൊരു നിലവാരത്തിലേക്ക് ഈ 5 വർഷത്തിന് മുമ്പേ തന്നെ വരികയും ആ പദ്ധതികളൊക്കെ നിലനിൽക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ റോഡുകളിലൊക്കെ ആവശ്യം സംവിധാനങ്ങൾ നമുക്ക് നടന്നിട്ടുണ്ട്. അതിൽ പുതിയ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തേക്ക് മുമ്പേ തന്നെ BMBC നിലവാരത്തിലേക്ക് നിരവധി റോഡുകൾ വന്നു എന്നുള്ളതാണ് വസ്തുത. നിലവിലത്തെ MLA സംബന്ധിച്ചിട്ട് അവിടെ അദ്ദേഹത്തിന് ഉയർത്തി കാണിക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും പദ്ധതികളോ പരിപാടികളോ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ചാലക്കുടിയിൽ വന്നിട്ടുണ്ടോ? അദ്ദേഹത്തിന് അങ്ങനെ ഉയർത്തി കാണിക്കുന്ന ഒരു പദ്ധതി ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. റൊട്ടീൻ പദ്ധതികളുടെ അപ്പുറത്ത് ഒരു മുദ്ര വെക്കാവുന്ന പദ്ധതികൾ അദ്ദേഹം ചാലക്കുടി സംഭാവന ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. കാരണം ഒരു ദൂരക്കാഴ്ചയുള്ള പദ്ധതികൾ അല്ലെങ്കിൽ ഭാവനാപൂർണമായിട്ടുള്ള പദ്ധതികൾ അതൊന്നും അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ കഴിവുകുറവ് എന്നൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. താല്പര്യക്കുറവ് പല മേഖലയിലും അദ്ദേഹത്തിന്. ഒരു പദ്ധതി നടപ്പിലാക്കുക, അതിന്റെ ഒപ്പം നിൽക്കുക എന്ന പദ്ധതി ഒരു താല്പര്യം, ഫോളോ അപ്പാണ്, താല്പര്യമാണ്, ഇത് ചെയ്യണമെന്നുള്ള ഒരു ഇച്ഛാശക്തിയാണ്. അത് പലപ്പോഴും അദ്ദേഹത്തിൽ ഞാൻ കണ്ടില്ല. സ്വാഭാവികമായിട്ട് ചെറുപ്പക്കാരെന്ന് പറയുന്നത് നമ്മൾ ജനം കൂടുതൽ പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും ആ പ്രതീക്ഷിക്കുന്നത് ഉയരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? 2026 തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി ഇടതുപക്ഷ ജനാധിപത്യത്തിന് ജയിക്കും. കാരണം നിലവിലുള്ള ഒരു കമ്പാരിസൺ ഉണ്ടല്ലോ. ജനങ്ങൾ എപ്പോഴും ഒരു കമ്പാരിസൺ നടത്തും. ഇപ്പോഴത്തെ ജനപ്രതിനിധി, ഇതിന് മുമ്പിലത്തെ ജനപ്രതിനിധികൾ, ഇവരൊക്കെ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഒരു വിലയിരുത്തൽ സ്വാഭാവികമായിട്ട് തിരഞ്ഞെടുപ്പിലുണ്ടാവും. ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്കപ്പുറത്ത് ഈ നമ്മുടെ നാടിൻ്റെ വികസനം ആകുന്ന ജനപ്രതിനിധികൾ ആകുന്ന തരത്തിലൊക്കെ എങ്ങനെയൊക്കെ ശ്രമിച്ചു, അവരുടെ ശ്രമഫലമായിട്ട് എന്തൊക്കെ പദ്ധതികൾ വന്നു എന്നുള്ളത് ജനം വിലയിരുത്തും. അപ്പോൾ ആ ജനത്തിൻ്റെ വിലയിരുത്തൽ സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട ഡെന്നിസ് കെ ആൻ്റണി, അദ്ദേഹത്തെ പറ്റി എനിക്ക് പറയുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ സനീഷ് കുമാർ ജോസഫ് മത്സരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സനീഷ് കുമാർ ജോസഫിൻ്റെ ഒപ്പമായിരുന്നു. ഡെന്നിസ് ചേട്ടന് എതിരായിട്ടായിരുന്നു എൻ്റെ പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അദ്ദേഹത്തോട് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ ആരാധനയും അതുപോലെ തന്നെ അദ്ദേഹത്തോടൊരു വലിയ ബഹുമാനം എനിക്ക് തോന്നാറുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാഴ്ചപ്പാടുകളുള്ള വ്യക്തിയാണ്. കാഴ്ചപ്പാടും ഉൾക്കാഴ്ചയുമുള്ള വ്യക്തിയാണ്. കേവലം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തേണ്ട ചില തലങ്ങളുണ്ട് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അദ്ദേഹം CLCയിലായിരുന്നാലും, കത്തോലിക്ക സഭയുടെ കേരളത്തിലെ ഒരു ഭക്തസംഘടനയാണ് CLC, അതിൻ്റെ ഏറ്റവും ഉയർന്ന പോസ്റ്റിലേക്ക് വരെ എത്തിച്ചേർന്നിട്ടുണ്ട്. കാഴ്ചപ്പാടുകൾ പറയുന്ന, അതൊരു വാർഡിലായിക്കോട്ടെ, ഒരു പഞ്ചായത്തിലായിക്കോട്ടെ, ബ്ലോക്ക് പഞ്ചായത്തിലായിക്കോട്ടെ, ഒരു നിയമസഭാ മണ്ഡലത്തിലായിക്കോട്ടെ, എങ്ങനെയാണ് ഒരു നാടിൻ്റെ വികസനം എന്നതിനെപ്പറ്റി കൃത്യമായി രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡെന്നിസ് കെ ആൻ്റണി. അത് യാതൊരുവിധ സംശയവും എനിക്കില്ല. എനിക്ക് അദ്ദേഹം ഈ അടുത്തിടെ വൈറ്റ്സ്മാൻ എന്ന് പറയുന്ന ഒരു ചാനലുമായി നടത്തിയ അഭിമുഖം ഞാൻ ഈ അവസരത്തിലാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. എത്ര ഗൗരവമുള്ള വിഷയങ്ങളാണ്, എത്ര കാഴ്ചപ്പാടുകളാണ് പ്രിയപ്പെട്ട ഡെന്നിസ് ചേട്ടൻ അതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ ചാലക്കുടിക്കാർ തീർച്ചയായിട്ടും വിലയിരുത്തേണ്ട വിഷയങ്ങളെന്നാണ് ഞാൻ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം പറയുന്നത് ചാലക്കുടിയുടെ ഒരു വികസനം അത് നടത്താൻ പ്രാപ്തിയുള്ള ആൾ എങ്ങനെയുള്ളവനായിരിക്കണം എന്നതിനെപ്പറ്റി ആ ചർച്ചയിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. അതിൽ പറയുന്നത്, ഡെന്നിസ് ചേട്ടൻ പറയുന്ന ഒരു കാര്യം, ചാലക്കുടിയോട് ആഭിമുഖ്യമുള്ള ഒരു വ്യക്തിയായിരിക്കണം. ചാലക്കുടിയുടെ പദ്ധതികളിൽ ഫോളോ അപ്പ് നടത്താൻ പറ്റുന്ന ആളായിരിക്കണം. തീർച്ചയായിട്ടും അത് ചാലക്കുടിക്കാർ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട, വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുൻപ് ഡെന്നിസ് ചേട്ടൻ പറഞ്ഞ ഈ ഉൾക്കാഴ്ച അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ചാലക്കുടിയോടുള്ള ആഭിമുഖ്യം എന്ന് പറയുന്നത് ചാലക്കുടിയെ മനസ്സിലാക്കിയിരിക്കുന്ന വ്യക്തിയായിരിക്കണം. മനസ്സിലായോ? ഇപ്പോൾ മേലൂർ പഞ്ചായത്തിലെ കൊമ്പിച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുതുക്കാട് കിടക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചാലക്കുടിയോട് ആഭിമുഖ്യം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ചാലക്കുടിയിലെ പ്രദേശങ്ങളെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു അറിവും ബോധ്യവും ഉണ്ടാകണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു സംഭവം. അപ്പോൾ ചാലക്കുടിയുടെ വിവിധ പ്രദേശങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം, ചാലക്കുടിയിലെ പഞ്ചായത്തുകളെ പറ്റി മനസ്സിലാക്കണം. ആ പഞ്ചായത്തുകളിലൂടെ കൃത്യമായ ഒരു വികസന കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം എന്നാണ് ഡെന്നിസ് കെ ആൻ്റണി പറഞ്ഞിട്ടുള്ളത്. ചാലക്കുടിക്കാരെ നിങ്ങൾ ഹൃദയത്തിൽ എഴുതി വെച്ചോ ഡെന്നിസ് ചേട്ടൻ പറഞ്ഞ ഈ കാര്യങ്ങൾ. അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതായത്
ഈ ചാലക്കുടിയിലെ ഓരോ പദ്ധതികൾക്കും പിന്നിലെ ഒരു ഫോളോ അപ്പ് നമ്മൾ പദ്ധതികൾ ഏതുമായിക്കോട്ടെ അദ്ദേഹം തുടക്കത്തിലേ പറയുന്നുണ്ട് പ്രതിപക്ഷ MLA-മാർ എത്രയോ ചാലക്കുടിയിലുണ്ട്, അവരുടെ മണ്ഡലത്തിലൊക്കെ വികസനം കൃത്യമായിട്ട് നടക്കുന്നുണ്ടല്ലോ. എന്തിന് നമ്മുടെ ഇവിടുത്തെ BD ദേവസി MLA UDF ഭരിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ വികസനം ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഓരോ വികസന പദ്ധതിയുടെ പിന്നിലും നമ്മളൊരു ഫോളോ അപ്പ് ചെയ്ത് നിൽക്കണം, ഫയലുകൾ എടുക്കാനും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പദ്ധതികൾ എന്ന് പറയുമ്പോഴും അതിൽ പൂർത്തീകരിച്ച സംഭവങ്ങളുടെ എണ്ണം എടുക്കുമ്പോൾ ചാലക്കുടിക്കാരെ നിങ്ങളത് മനസ്സിലാക്കണം. അതിൻ്റെ പിന്നിലുള്ള ഫോളോ അപ്പ്, ഏത് പദ്ധതികളുടെ പിന്നിലും ഒരു ഫോളോ അപ്പ് ഉണ്ടാവണം. ഡെന്നിസ് ചേട്ടൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ചാലക്കുടിക്കാരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ്, അതായത് ഒരു ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാവുന്ന, ചാലക്കുടിയോടുള്ള ആഭിമുഖ്യം ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. അതായത് ചാലക്കുടിയെ പറ്റി അറിയുന്ന വ്യക്തി. അത് ചാലക്കുടിക്കാരനായി കഴിഞ്ഞാൽ എത്രയോ നല്ലതായിരിക്കും. ചാലക്കുടിയിൽ നിന്നുള്ള ഒരാളായി കഴിഞ്ഞാൽ ചാലക്കുടിയെ പറ്റി മനസ്സിലായി, ചാലക്കുടി പട്ടണത്തെ പറ്റി തന്നെ കൃത്യമായൊരു ബോധ്യം വന്നാൽ നമ്മുടെ പട്ടണത്തെ അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ ഒരു 50 കൊല്ലത്തിൻ്റെ വളർച്ചയിലേക്കാണ് നയിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 20-25 വർഷത്തിൻ്റെ പിറകിലേക്കാണ് നിൽക്കുന്നത്. പലപ്പോഴും നമ്മുടെ ആസൂത്രണത്തിലൊക്കെ വന്നിട്ടുള്ള പാകപ്പിഴകളാണ്. ഒരുപക്ഷെ തൃശ്ശൂർ ജില്ല വിഭജിക്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിൽ പുതിയൊരു ജില്ലയാകേണ്ട ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ചാലക്കുടി. അപ്പോൾ അതുകൊണ്ട് ചാലക്കുടിയെ അറിയാവുന്ന, ചാലക്കുടി നഗരസഭയിൽ നിന്നുള്ള അല്ലെങ്കിൽ ചാലക്കുടിക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും കാര്യങ്ങൾ കുറേയും കൂടി ചാലക്കുടിയോട് ഒരു ആഭിമുഖ്യം വരും. അതുപോലെ തന്നെ റോഡുകളെ പറ്റി പറയുന്ന ഒരു കാര്യം ഡെന്നിസ് ചേട്ടൻ പറയുന്നുണ്ട്. എന്താണ് റോഡുകൾ എന്ന് പറയുന്നത്? BD ദേവസിയുടെ കാലഘട്ടത്തിൽ ഒരുവിധം റോഡുകളൊക്കെ അതിൻ്റെ വിഭാവനം ചെയ്യുന്ന തലത്തിലേക്ക് എത്തി. ഇതൊരു കാഴ്ചപ്പാടാണ്. BD ദേവസി എന്ന് പറയുന്ന ആൾ വലിയ വികസനം നടത്തിയിരിക്കുന്ന ഒരാളാണെന്ന് ഞാൻ പറയില്ല. അദ്ദേഹത്തിൻ്റെ പല വികസനങ്ങളെ പറ്റിയും എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള വിമർശനാത്മകമായ കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ചാലക്കുടിക്ക് വേണ്ട ഒരു പ്രാഥമിക വികസന കാഴ്ചപ്പാട് പദ്ധതി ഒരുക്കാൻ BD ദേവസിക്ക് സാധിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ ആ റിപ്പോർട്ടർ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇപ്പോഴത്തെ MLA സനീഷ് കുമാർ ജോസഫിന് ഇതുപോലുള്ള ഒരു കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ചാലക്കുടിയെ പറ്റി എന്തെങ്കിലും അവതരിപ്പിക്കാൻ പറ്റുന്ന കാഴ്ചപ്പാടുകളുള്ള വ്യക്തിയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഡെന്നിസ് ചേട്ടൻ, നമ്മളിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഡെന്നിസ് ചേട്ടൻ അതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാഴ്ചപ്പാടുകളൊന്നുമില്ല. ഒരു ചെറുപ്പക്കാരനായാൽ കുറേയും കൂടി നല്ല വികസനാത്മകമായ കാര്യങ്ങൾ നടക്കും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇവിടെ നടന്നിട്ടില്ല. ഇനി 2026 എന്ത് സംഭവിക്കുന്നു പറയുമ്പോൾ അദ്ദേഹം ഉറച്ച രീതിയിൽ പറയുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ജയിക്കും. കാരണം രണ്ട് മുന്നണികൾ തമ്മിലുള്ള താരതമ്യം ജനങ്ങൾ മനസ്സിലാക്കും. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നമ്മൾ ഈ വികസന കാഴ്ചപ്പാടുകൾ ഒരു പട്ടണത്തിൽ, ഒരു നഗരത്തിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ആ പ്രദേശത്തെ മനസ്സിലാക്കുവാനുള്ള അല്ലെങ്കിൽ അതിനെ ഫോളോ അപ്പ് ചെയ്യാനുള്ള ഓരോ വികസന കാഴ്ചപ്പാടുകളും കൃത്യമായി പോസ്റ്ററുകളിലോ നോട്ടീസുകളിലോ അല്ല നമ്മളുടെ കോടിക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് കോടിക്കണക്കിന് വികസന പദ്ധതികൾ വരേണ്ടത്. അതിനൊരു കാഴ്ചപ്പാട് വേണം. തീർച്ചയായിട്ടും ഞാൻ അറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട ഡെന്നിസ് ചേട്ടൻ പറഞ്ഞ ഈ അഭിമുഖത്തിൽ ഈ പ്രധാനപ്പെട്ട പോയിന്റ് വളരെ പ്രസക്തമായിട്ടുള്ളൊരു സംഭവമാണെന്ന് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ഈ അടുത്ത അവസരത്തിൽ നമ്മൾ ചർച്ച ചെയ്തു, ഡെന്നിസ് ചേട്ടന് ഒരു ബുള്ളറ്റ് ഓടിച്ച് പോകുമ്പോൾ ബുള്ളറ്റ് എടുക്കുന്നതിന് സമയത്തോ മറ്റോ ആണെന്ന് തോന്നുന്നു അദ്ദേഹം വീഴുകയുണ്ട്. അതിനുശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി രക്തസമ്മർദ്ദം കൂടി. സ്വാഭാവികമായിട്ടും രക്തസമ്മർദ്ദം കൂടി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ആർക്കും വിഷമകരമായിട്ടുള്ള അനുഭവങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാനായിട്ട് തോന്നും. അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് കുറേ സമയങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, വളരെ വൈകാരികനായി പറയുന്നുണ്ട്, സ്വാഭാവികമായിട്ടും സീറ്റ് ലഭിക്കാതെ വരുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടു കോൺഗ്രസിൻ്റെ സീറ്റ് പ്രഖ്യാപിച്ചപ്പോൾ മുൻ KPCC പ്രസിഡന്റ് K. സുധാകരൻ വരെ ഉച്ചവരെ ഗുഡ് ബൈ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അദ്ദേഹം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളി അടക്കമുള്ള കോൺഗ്രസിലെ നേതാക്കന്മാരും കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, സീറ്റ് ലഭിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പല വൈകാരിക പ്രകടനങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഉണ്ടാകും. അത് മാനുഷിക സഹജമാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ഒരു 5 വർഷം മുൻപ് കോൺഗ്രസിൽ നിന്നും അവിടെ വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ നിന്ന് വന്നപ്പോഴാണ് ശ്രീ ഡെന്നിസ് ചേട്ടൻ കേരള കോൺഗ്രസ് എമ്മിലൂടെ LDF-ലെത്തുന്നത്. അന്ന് കേരള കോൺഗ്രസ് എം ഡെന്നിസ് ചേട്ടന് ഒരു വിശാലമായിട്ടുള്ള ഒരു പ്രതലം ഒരുക്കി കൊടുക്കുകയായിരുന്നു. CPM-നാണ് അന്ന് സീറ്റെങ്കിൽ CPM-ന് മത്സരിക്കാനായിട്ട് ഇഷ്ടംപോലെ നേതാക്കന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ആര് നിന്നാലും ജയിക്കുമെന്നൊരു സ്ഥിതിവിശേഷമായിരുന്നു അന്ന്. സ്വാഭാവികമായിട്ടും അന്ന് സനീഷ് കുമാർ ജോസഫിന് ചാലക്കുടിയിൽ ആരും അറിയില്ല. അപ്പോൾ ആര് നിന്നാലും CPM-ന് ജയിക്കുമെന്നുള്ള ഒരു സ്ഥിതിവിശേഷമായിരുന്നു അന്ന്. ആ സ്ഥിതിവിശേഷത്തിൽ തീർച്ചയായിട്ടും LDF CPM-ന് സീറ്റ് കൊടുക്കാതെ LDF-ൻ്റെ ഘടകകക്ഷിയായിട്ടുള്ള കേരള കോൺഗ്രസ് എമ്മിന് കൊടുക്കുന്നു. അതിലൂടെ ഡെന്നിസ് ചേട്ടൻ മത്സരിക്കുന്നു. അത് കേരള കോൺഗ്രസ് എം ചെയ്ത ഒരു വളരെ പ്രധാനപ്പെട്ട, ഡെന്നിസ് ചേട്ടന് വേണ്ടി ചെയ്തൊരു വലിയ നന്മയായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡെന്നിസ് ചേട്ടനും അത് തോന്നിയിട്ടുണ്ടാവും. പിന്നെ ഏത് മുന്നണികളായിരുന്നാലും ഏത് ഘടകകക്ഷികളായിരുന്നാലും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ജയസാധ്യത പരിഗണിച്ചാണ്. ഡെന്നിസ് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം 1057 വോട്ടിനാണ് പരാജയപ്പെട്ടത്. പക്ഷേ ആ ഒരു സാഹചര്യം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അതുപോലെ തന്നെ LDF മുന്നണിയും വിശാലമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. കാരണം LDF-ൻ്റെ ഒരു വലിയ തരംഗം തൃശ്ശൂർ ജില്ലയിൽ 12 സീറ്റ് സ്വന്തമാക്കിയപ്പോഴും ഈ ചാലക്കുടിയിൽ വന്ന പരാജയം, ആ പരാജയത്തിന് വേറെയും ചില കാരണങ്ങളുണ്ടായിരുന്നു. ചില മതങ്ങളിലെ വൈദിക മേലധ്യക്ഷന്മാരുടെ ചില എതിർപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. മറ്റ് പല കാരണങ്ങളും അദ്ദേഹത്തിന് എതിരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഓരോ ഘടകകക്ഷിയും ആ ഘടകകക്ഷിയുടെ മുന്നണികളുമൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കാം ജയസാധ്യത കൂടുതൽ പരിഗണിക്കുന്ന ഒരു ഘട്ടത്തിലായിരിക്കാം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ പല മുന്നണികളിലും സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ വൈകാരിക പ്രകടനത്തെ അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ല, അല്ലെങ്കിൽ അത് തെറ്റായിപ്പോയി, ഇതൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അദ്ദേഹം കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കഴിവ്
LDF തീർച്ചയായിട്ടും ഇനിയും ഉപയോഗിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ശരിക്കും ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രതലങ്ങളുണ്ട്. ഒരു മനുഷ്യൻ ഒരു സ്ഥാനാർത്ഥി ആവാത്തതിലൂടെ മുഴുവൻ നശിച്ചുപോയി അല്ലെങ്കിൽ തകർന്നുപോയി എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ഡെന്നിസ് ചേട്ടൻ്റെ ഈ കാഴ്ചപ്പാട്, ഡെന്നിസ് ചേട്ടൻ ഇവിടെ അവതരിപ്പിച്ച ഡെന്നിസ് കെ ആൻ്റണി എന്ന് പറയുന്ന രാഷ്ട്രീയ നിപുണൻ, അദ്ദേഹം അവതരിപ്പിച്ച ഈ കാഴ്ചപ്പാടുകൾ ചാലക്കുടിക്കാർ മനസ്സിലാക്കണം, ചർച്ച ചെയ്യണം, അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ഹൃദയത്തിലേറ്റണം എന്നാണ് ഞാൻ പറയേണ്ടത്. കാരണം അദ്ദേഹം ഏത് മുന്നണികൾക്കും വികസന കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ കൂടിയായിട്ടുള്ള ശ്രീ ഡെന്നിസ് ചേട്ടൻ, നമ്മുടെ ഡെന്നിസ് കെ ആൻ്റണി ഇപ്പറഞ്ഞതും ശരിയാണ്. നന്ദി, നമസ്കാരം.